നമസ്കാരം, നേഥിയാസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ. ഇന്ന് നമ്മൾ താമരയുടെ പരിപാലനത്തിന് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. താമരയുടെ വിത്ത് മുളപ്പിക്കൽ, അത് നടുന്ന രീതി, പിന്നെ അത് പെട്ടെന്ന് പൂവിടാനുള്ള കുറച്ച് ടിപ്സ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതിന് മുമ്പ് റോസാ ചെടികളുടെ പരിപാലനത്തിന് ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ഫീഡ്ബാക്ക്സ് ആയിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒന്നേറി കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 5 സീഡാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് മുളപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് എനിക്കൊരാൾ തന്നതാണ്. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ താമരയുടെ സീഡ്സ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നല്ല റിവ്യൂ ഉള്ളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ ഈ സീഡിന് 2 ഭാഗം കാണും, ഒരു കൂർത്ത ഭാഗവും അതുപോലെ തന്നെ കുറച്ചല്ലാതെ പരന്നിരിക്കുന്ന ഒരു ഭാഗവും. അപ്പോൾ ഈ പരന്നിരിക്കുന്ന ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു കാമ്പ് കാണുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് കല്ലിലോ മറ്റോ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ട് വരണം. ഈ ഒരു ഭാഗം കണ്ടോ. അപ്പോൾ ഞാനിവിടെ 5 സീഡ്സും ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു വൈറ്റ് പോർഷൻ്റെ ഉള്ളിൽ ആ ഒരു വൈറ്റ് പോർഷൻ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം ജെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള സീഡ്സാണ് കേട്ടോ. കാരണം ചിലത് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുമ്പോൾ ഉള്ളിൽ പോടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സീഡ്സ് 90% ജെർമിനേറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിൽ പോടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സീഡ്സ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ജെർമിനേറ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്കാണ് സീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഇളം വെയിൽ കിട്ടുന്ന ഭാഗത്ത് സൂക്ഷിക്കുക. കാരണം ഇത് ജെർമിനേറ്റ് ചെയ്യാൻ അത്യാവശ്യം വെയിൽ വേണം. അപ്പോൾ ഒരുപാട് വെയിൽ വേണ്ട, ഇളം വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമുക്കിത് സൂക്ഷിക്കാം. ഏകദേശം ഒരു 10-12 ദിവസത്തിനുള്ളിൽ ഇത് ജെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ജെർമിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കാലാവധി കഴിഞ്ഞ സീഡ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒരു ഇളം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്, അതായത് 2 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഉള്ള ആ ഒരു മാറ്റം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ സീഡ്സിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളത്, അതായത് 3rd ഡേയിൽ ആ ഒരു മാറ്റമാണ് കണ്ടോ. എല്ലാ സീഡ്സും ജെർമിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, എല്ലാം പൊട്ടിയതാ പുറത്ത് വന്നിട്ടുണ്ട്. 5 സീഡ്സും ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെയിലി വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഡെയിലി ഇതിലെ വെള്ളം മാറ്റി കൊടുക്കുക, അത് മറക്കരുത്. അപ്പോൾ ഇനി ഞാൻ അടുത്ത 2 ദിവസം കഴിയുമ്പോൾ ഉള്ള ആ ഒരു ചേഞ്ച് കാണിച്ചു തരാം. ഇത് നമ്മളുടെ സീഡ്സിൻ്റെ 5th ഡേ, 5ാമത്തെ ദിവസത്തിൽ മാറ്റമാണ് കണ്ടോ. അതിൻ്റെ റൂട്ട്സൊക്കെ പുറത്ത് വന്ന് ചെറുതായിട്ട് ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ അറ്റത്ത് ചെറിയ ലീവ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളറിൽ കാണുന്നതിൻ്റെ റൂട്ട്സാണ്. അപ്പോൾ റൂട്ട്സൊക്കെ ഒന്ന് പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മളുടെ സീഡ്സിൻ്റെ 8th ഡേയിലുള്ളതാണ്. നന്നായിട്ട് നീളമൊക്കെ വെച്ചിട്ട് ഇലയൊക്കെ ഒന്നുകൂടി ഒന്ന് വലുതായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് 8th ഡേ ആണ്. എല്ലാം നന്നായിട്ട് നീളം വെച്ച് ഇലയൊക്കെ ഒന്നുകൂടി ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സീഡ്സ് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 11ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് പോട്ടിലേക്ക് മാറ്റി നടാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ചില സീഡ്സ് കുറച്ചുകൂടി ടൈം എടുക്കും കേട്ടോ. ഇപ്പോൾ 10 ഡേയ്സ് എന്നുള്ളത് 15 to 18 ഡേയ്സ് ഒക്കെ എടുക്കും. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് മാറ്റി നടാനുള്ള ടൈമായി. അപ്പോൾ ഇനി ഇത് നമുക്ക് പോട്ടിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഞാൻ ഈ പോട്ടിലാണ് ഇപ്പോൾ ലോട്ടസ് മാറ്റി നടുന്നത്. അപ്പോൾ അത്യാവശ്യം വിസ്താരമുള്ള ഹോളില്ലാത്ത ഏതൊരു പോട്ടിൽ വേണമെങ്കിലും നമുക്കത് മാറ്റി നടാം. പിന്നെ ഇതിലേക്ക് പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യം ചെയറാണ്. നല്ല ചെയർ ഉണ്ടെങ്കിൽ അത്. പിന്നെ വേണ്ടുന്നത് ഗാർഡൻ സോയിലാണ്. നമ്മളുടെ വീട്ടിൽ സാധാ മണ്ണുണ്ടല്ലോ അത്, അല്ലെങ്കിൽ മണലുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ആവശ്യം ചാണകപ്പൊടി. ഇപ്പോൾ ചാണകപ്പൊടി നല്ലൊരു ഫെർട്ടിലൈസറാണ്. അത് താമരയ്ക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും ചാണകപ്പൊടി നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്കിതിന് വേണ്ടുന്ന പോട്ടിംഗ് മിക്സ്ചർ.
അപ്പോൾ അതാ ഞാനിപ്പോൾ ഈ പോട്ടിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ചാണകപ്പൊടിയാണ്. അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്കിനി കുറച്ച് ചെളി നിറച്ച് കൊടുക്കാം. അപ്പോൾ ചെളി നിറച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വിത്ത് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ട് ആ വിത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, വിത്ത് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. ഒരുപാട് താഴ്ചയിൽ വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് നമ്മളുടെ വിത്ത് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 3 വിത്താണ് നടുന്നത്. അപ്പോൾ നമ്മളുടെ പോട്ടിൻ്റെ വിസ്താരം അനുസരിച്ചിട്ട് നമ്മളുടെ വിത്തുകളുടെ എണ്ണം തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇതിൽ 3 എണ്ണമാണ് നടുന്നത്. അതും സൈഡിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ നടുന്നത്. നമ്മൾ നടുക്ക് നടുന്നതിനെക്കാട്ടിലും അറ്റത്തേക്ക് മാറ്റി നടുന്നതാണ് നല്ലത്. അപ്പോൾ 3 വിത്താണ് ഞാനിപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഫോഴ്സിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിൻ്റെ സൈഡിൽ കൂടി പതുക്കെ വേണം നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ അത് നന്നായിട്ട് കലങ്ങിയിരിക്കും. അത് പിറ്റേന്നാവുമ്പോൾ തന്നെ അത് ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ആ വെള്ളം നന്നായിട്ട് ക്ലിയറായി വരും. അപ്പോൾ നമ്മളിത് പുറത്ത് ടാങ്ക് പോലെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ വെച്ച് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് നല്ല വെയിലുള്ള ഭാഗത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം 3 മുതൽ 7 മാസമാണ് താമരയുടെ ഫ്ലവറിങ് ടൈം എന്ന് പറയുന്നത്. നന്നായിട്ട് പിടിച്ചു വന്ന് ഒരു 3 മുതൽ 7 മാസം എടുക്കും ഇതിൽ പൂക്കൾ ഉണ്ടാവാനായി. അപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കൽ ചാണക വെള്ളം കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് പൂവിടാൻ സഹായിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ്. കണ്ടോ, അത്യാവശ്യം ഇലകളൊക്കെ നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് 1 മാസം കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ചെയ്ത് വെച്ചൊരു ടബിലാണ് അത് ചെയ്ത് വെച്ചത്. ഇതാ കണ്ടോ, അത് അത്യാവശ്യമൊക്കെ നന്നായിട്ട് വളർന്നത് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ അത് വളർന്നു വരുന്നുണ്ട്. ഇതിൽ ആമ്പൽ കൂടി സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ താമര വളർന്നു വന്നപ്പോൾ ആ ആമ്പൽ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതിൽ ഇപ്പോൾ പൂവിട്ടത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 4 മാസം ആയപ്പോഴാണ് കേട്ടോ അതിൽ ആദ്യത്തെ പൂവ് വന്നത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ താമരപ്പൂവാണ് കേട്ടോ ഇതിൽ വിരിഞ്ഞത്. ഏകദേശം 4 മാസം എടുത്തു ഈ ഒരു പൂവ് ഇതിൽ വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 മുതൽ 7 മാസമാണ് അതിൻ്റെ ഫ്ലവറിങ് ടൈം എന്ന് പറയുന്നത്. ചിലത് പെട്ടെന്ന് പൂ പിടിക്കും, ചിലത് കുറച്ച് ഡിലേ ആകും. അപ്പോൾ ഈ ഒരു ടബിൽ ഞാൻ 7 വിത്ത് നട്ടിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് നട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.